Jai Hind and welcome back to NCC CADETS Visual Training. I am Third Officer JAYESH and of St. Joseph Higher Secondary School PERAVOOR under 1 Kerala Artillery Battery NCC THALASSERY. ഇത് 9ാമത്തെ മൊഡ്യൂളാണ്. 9ാമത്തെ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുക ഡ്രിൽ ആൻഡ് വേർഡ്സ് ഓഫ് കമാൻഡ്സിലെ 2ാമത്തെ ഭാഗമാണ്. മൊഡ്യൂൾ 5ൽ 5ാമത്തെ മൊഡ്യൂളിൽ ഒരു കേഡറ്റ് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള വേർഡ്സ് ഓഫ് കമാൻഡ് ഏതൊക്കെയാണെന്ന് പഠിച്ചു കഴിഞ്ഞു. ഇവിടെ നമ്മൾ ഒരു സ്ക്വാഡ് രൂപീകരിക്കുമ്പോൾ അല്ലെങ്കിൽ യൂണിറ്റ് സജ്ജീകരിക്കുമ്പോൾ ക്രമപ്പെടുത്തുമ്പോൾ ഉപയോഗിക്കുന്ന വേർഡ്സ് ഓഫ് കമാൻഡ്സ് ഏതൊക്കെയാണ്, ഈ വേർഡ്സ് ഓഫ് കമാൻഡ്സ് ലഭിച്ചു കഴിഞ്ഞാൽ കേഡറ്റ് എങ്ങനെയാണ് ഒരു സ്ക്വാഡ് രൂപീകരിക്കുക, എങ്ങനെയാണ് അത് ക്രമപ്പെടുത്തുക എന്നുള്ള കാര്യങ്ങൾ പഠിക്കും. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇത് 9ാമത്തെ മൊഡ്യൂളാണ്. 9ാമത്തെ മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ഡ്രിൽ ആൻഡ് വേർഡ്സ് ഓഫ് കമാൻഡ്സ് 2. ഡ്രിൽ ആൻഡ് വേർഡ്സ് ഓഫ് കമാൻഡ്സിലെ 2ാമത്തെ ഭാഗമാണ് 9ാമത്തെ മൊഡ്യൂളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ മൊഡ്യൂളിനെ 3 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. പാർട്ട് 1 സൈസിംഗ് ഫോമിംഗ് അപ്പ് ഇൻ 3 റാങ്ക്സ്, പാർട്ട് 2 നമ്പറിംഗ് ആൻഡ് ഓപ്പൺ ആൻഡ് ക്ലോസ് ഓർഡർ മാർച്ച്, പാർട്ട് 3 ഡ്രസ്സിംഗ്. പാർട്ട് 1 സൈസിംഗ്. ഒരു സ്ക്വാഡ് രൂപീകരിക്കുന്നതിനുള്ള അല്ലെങ്കിൽ ഒരു യൂണിറ്റ് രൂപീകരിക്കുന്നതിനുള്ള ഓർഡർ എന്താണ്, അതെങ്ങനെ രൂപീകരിക്കാം, അതുപോലെ തന്നെ ഫോമിംഗ് അപ്പ് ഇൻ 3 റാങ്ക്സ്, എങ്ങനെ ഒരു സ്ക്വാഡിനെ 3 റാങ്കുകളായി ക്രമീകരിക്കാം, അതിനുള്ള ഓർഡർ എന്തൊക്കെയാണ് എന്നുള്ളത് പാർട്ട് 1ൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. പാർട്ട് 2 നമ്പറിംഗ് ആൻഡ് ഓപ്പൺ ആൻഡ് ക്ലോസ് ഓർഡർ മാർച്ച്, എങ്ങനെയാണ് ഒരു സ്ക്വാഡിന് നമ്പർ എടുക്കുക, അതുപോലെ തന്നെ എങ്ങനെ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ സ്ക്വാഡ് ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്തോ ഡ്രിൽ ടൈമിലോ ഓപ്പൺ ഓർഡർ മാർച്ച് ചെയ്യാം, അതിനുള്ള ഓർഡർ എന്താണ്. പാർട്ട് 3 ഡ്രസ്സിംഗ്, എങ്ങനെ ഒരു സ്ക്വാഡിനെ വളരെ ഭംഗിയായി ക്രമീകരിക്കാം എന്നുള്ളതാണ് പാർട്ട് 3ൽ നമ്മൾ പഠിക്കുക. എയിം ടു അക്വയർ സ്റ്റുഡൻസ് വിത്ത് നോളജ് അബൌട്ട് ഡ്രിൽ ആൻഡ് വേർഡ്സ് ഓഫ് കമാൻഡ്. കേഡറ്റിൽ ഡ്രിൽ ആൻഡ് വേർഡ്സ് ഓഫ് കമാൻഡ്സിനെ കുറിച്ച് ഒരു വ്യക്തമായ അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ മൊഡ്യൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ. വെൽ സൈസ്ഡ് സ്ക്വാഡ് ഗീവ്സ് ഗുഡ് ജനറൽ ഇംപ്രഷൻ ടു സ്പെക്ടാറ്റേഴ്സ്. നല്ല രീതിയിൽ ക്രമീകരിച്ചിട്ടുള്ള, വളരെ ഭംഗിയായി ക്രമീകരിച്ചിട്ടുള്ള ഒരു സ്ക്വാഡ് അല്ലെങ്കിൽ യൂണിറ്റ് കാഴ്ചക്കാരിൽ ഒരു മികച്ച ഇംപ്രഷൻ, ഒരു മികച്ച അഭിപ്രായം ഉണ്ടാക്കും. പ്രൊവൈഡ്സ് ദ ബെസ്റ്റ് ചാൻസ് ടു ഡ്രിൽ ടുഗെദർ. അതോടൊപ്പം തന്നെ ഒരു സ്ക്വാഡിന് അല്ലെങ്കിൽ യൂണിറ്റിന് ഒത്തൊരുമയോടുകൂടി ഒരുമിച്ച് ഡ്രിൽ ചെയ്യുന്നതിനുള്ള ഒരവസരവും ലഭിക്കുന്നു. പാർട്ട് 1 സൈസിംഗ് ഫോമിംഗ് അപ്പ് ഇൻ 3 റാങ്ക്സ്, എങ്ങനെയാണ് ഒരു സ്ക്വാഡ് രൂപീകരിക്കുക, അതിനുള്ള ഓർഡർ എന്താണ്, അതുപോലെ തന്നെ ഫോമിംഗ് അപ്പ് ഇൻ 3 റാങ്ക്സ്, എങ്ങനെ അതിനെ 3 റാങ്കുകളായി ക്രമപ്പെടുത്താം എന്നുള്ളത് നമുക്ക് പാർട്ട് 1ൽ പഠിക്കാം. സൈസിംഗ് ഈസ് ഡൺ ബൈ ദ വേർഡ്സ് ഓഫ് കമാൻഡ് ലംബ ദൈനെ ചോട്ടാ ബായൻ ഏക് ലൈൻമേൻ കദുവാർ. ഒരു സ്ക്വാഡ് രൂപീകരിക്കുന്നതിനുള്ള വേർഡ് ഓഫ് കമാൻഡ് എന്ന് പറയുന്നത് ലംബ ദൈനെ ചോട്ടാ ബായൻ ഏക് ലൈൻമേൻ കദുവാർ എന്നുള്ളതാണ്. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ടോളസ്റ്റ് ഓൺ ദ റൈറ്റ്, ഷോർട്ടസ്റ്റ് ദ ലെഫ്റ്റ് ഇൻ സിംഗിൾ റാങ്ക് സൈസ്. ഏറ്റവും ഉയരം കൂടിയ കാഡറ്റ് വലതുവശത്തും ഉയരം കുറഞ്ഞയാൾ ഇടതുവശത്തും വരുന്ന രീതിയിൽ ഒറ്റ ലൈനായി ക്രമീകരിക്കുക എന്നുള്ളതാണ് ലംബ ദൈനെ ചോട്ടാ ബായൻ ഏക് ലൈൻമേൻ കദുവാർ എന്ന് പറയുന്ന ഓർഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോർട്ട് ഔട്ട് ബൈ സൈസ് റിമൈനിങ് അറ്റ് അറ്റൻഷൻ ഫേസിംഗ് ദി ഇൻസ്ട്രക്ടർ ഇൻ 1 സിംഗിൾ ലൈൻ. ഈ ഓർഡർ ലഭിച്ച ഉടനെ തന്നെ കേഡറ്റുകൾ ഉയരം കൂടിയ ആൾ വലതുവശത്തും ഉയരം കുറഞ്ഞയാൾ ഇടതുവശത്തും വരുന്ന രീതിയിൽ ഒറ്റ ലൈനായി ഇൻസ്ട്രക്ടർക്ക് അഭിമുഖമായി സാവധാൻ പൊസിഷനിൽ വന്നു നിൽക്കുക. ഇൻസ്ട്രക്ടർ ഓർഡേഴ്സ് സ്ക്വാഡ് ദൈനേസെ ഗിന്ദിക്കർ. അപ്പോൾ ഇൻസ്ട്രക്ടർ അടുത്ത ഓർഡർ നൽകും, സ്ക്വാഡ് ദൈനേസെ ഗിന്ദിക്കർ. ദ സ്ക്വാഡ് നമ്പേഴ്സ് ഫ്രം ദ റൈറ്റ് ടു ലെഫ്റ്റ്. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്ക്വാഡ് വലതുവശത്ത് നിന്ന് ഉയരം കൂടിയ ആൾ മുതൽ ഉയരം കുറഞ്ഞ ആൾ വരെ നമ്പർ എടുക്കുക, എണ്ണം എടുക്കുക എന്നുള്ളതാണ്. അടുത്ത ഓർഡറാണ് വിഷം കേഡറ്റ് ഏ കദം ആകെ സാം കേഡറ്റ് ഏ കദം പീച്ചെ ചൽ. അതായത് ഓഡ് നമ്പേഴ്സ് 1 പേസ് ഫോർവേഡ്, ഈവൻ നമ്പേഴ്സ് 1 പേസ് സ്റ്റെപ്പ് ബാക്ക് മാർച്ച്. ഓഡ് നമ്പേഴ്സ് 1 പേസ് ഫോർവേഡ്, ഒറ്റ സംഖ്യ എണ്ണിയ കേഡറ്റുകൾ 1 പേസ് ഒരടി, ദാറ്റ് ഈസ് 30 ഇഞ്ച് 30 ഇഞ്ച് മുൻപോട്ടേക്ക് ഫോർവേഡ് മാർച്ച് നടത്തുക. അതുപോലെ തന്നെ ഈവൻ നമ്പേഴ്സ് 1 പേസ് സ്റ്റെപ്പ് ബാക്ക് മാർച്ച്, ഇരട്ട സംഖ്യ എണ്ണിയ കേഡറ്റുകൾ ഒരടി 1 പേസ് ബാക്ക്വേർഡ് മാർച്ച്, ബാക്കോട്ടേക്ക് മാർച്ച് ചെയ്ത് നിൽക്കുക. ബിറ്റ്വീൻ 6 to 8 cadets the squad will form up in 2 ranks. 6 മുതൽ 8 കേഡറ്റ് വരെയാണ് പ്രസന്റ് ആയിട്ടുള്ളതെങ്കിൽ കേഡറ്റുകൾ 2 റാങ്കുകളായാണ് ഫോം ചെയ്യുക, ഫ്രണ്ട് റാങ്ക് ആൻഡ് റിയർ റാങ്ക്.
Less than 5 cadets, the squad will form up in a single rank. 5 കേഡറ്റോ അതിൽ കുറവോ കേഡറ്റുകളാണ് പ്രസന്റ് ആയിട്ടുള്ളതെങ്കിൽ ഒറ്റ ലൈനായിട്ടാണ്, ഒറ്റ റാങ്ക് ആയിട്ടാണ് സ്ക്വാഡുകൾ ഫോം ചെയ്യുക. അവിടെ ഒറ്റ ലൈൻ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഫോമിംഗ് അപ്പ് ഇൻ 3 റാങ്ക്സ്. എങ്ങനെയാണ് 3 റാങ്ക്സ് 3 റാങ്കുകളായി ഫോം ചെയ്യുക? അതിനുള്ള ഓർഡർ എന്താണ്? 3 ലൈൻ ബനാവോ തേസ് ജൽ, ഫോം അപ്പ് ഇൻ 3 റാങ്ക്സ് ക്വിക്ക് മാർച്ച്. 3 ലൈൻ ബനാവോ തേസ് ജൽ എന്നുള്ള ഓർഡർ ലഭിച്ചു കഴിഞ്ഞാൽ സ്ക്വാഡ് 3 ലൈനായി 3 റാങ്കുകളായി ഫോം ചെയ്യണം. The cadets position themselves in 3 ranks, front, center and rear, with 30 inches between ranks and an interval of 1 arm's length between 2 cadets. ഈ ഓർഡർ ലഭിച്ചു കഴിഞ്ഞാൽ കാഡറ്റ് ചെയ്യേണ്ടത് 3 റാങ്കുകളായി, അതായത് ഫ്രണ്ട് ലൈൻ, സെൻട്രൽ ലൈൻ ആൻഡ് റിയർ ലൈൻ, അങ്ങനെ 3 റാങ്കുകളായി ഫോം അപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ റാങ്കുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 പേസ് 30 ഇഞ്ചസ് ആയിരിക്കണം. അതോടൊപ്പം 2 കാഡറ്റുകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 1 ആംസ് ലെങ്ത് ആയിരിക്കണം, 1 കൈ അകലമായിരിക്കുകയും ചെയ്യണം. പാർട്ട് 2, നമ്പറിംഗ് ആൻഡ് ഓപ്പൺ ആൻഡ് ക്ലോസ് ഓർഡർ മാർച്ച്. നമ്പറിംഗ് നടത്തുന്നത് എങ്ങനെ, അതുപോലെ തന്നെ ഓപ്പൺ ആൻഡ് ക്ലോസ് ഓർഡർ മാർച്ച് നടത്തുന്നതിനുള്ള ഓർഡർ എന്താണ്, അതെങ്ങനെ നടപ്പിലാക്കാമെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം. നമ്പറിംഗ്. ഇൻസ്ട്രക്ടർ ഓർഡേഴ്സ് സ്ക്വാഡ് ദൈനേസെ ഗിന്ദിക്കർ. ഇൻസ്ട്രക്ടർ സ്ക്വാഡ് ദൈനേസെ ഗിന്ദിക്കർ എന്ന് പറയുന്ന ഓർഡർ പുറപ്പെടുവിക്കുന്നു. ദ ഫ്രണ്ട് റാങ്ക് ഓഫ് ദ സ്ക്വാഡ് വിൽ നമ്പർ ഓഫ് ഷാർപ്ലി ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്, ദ റൈറ്റ് ഹാൻഡ് കാഡറ്റ് കോളിംഗ് ഔട്ട് 1, ദ നെക്സ്റ്റ് 2 ആൻഡ് സോ ഓൺ. 3 റാങ്കുകളായി ക്രമീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ക്വാഡിൽ ഫ്രണ്ട് ലൈനിലെ വലതുവശത്തുള്ള കാഡറ്റ് 1 എന്നും തൊട്ടടുത്ത് വരുന്ന കാഡറ്റ് 2 എന്നും ആ രീതിയിൽ ഇടതുവശത്തേക്ക് എണ്ണമെടുക്കുന്നു. ഈച്ച് കാഡറ്റ് കീപ്സ് ഹെഡ് ആൻഡ് ഐസ് സ്റ്റഡി ടു ദ ഫ്രണ്ട്. എണ്ണമെടുക്കുന്ന സമയത്ത് കാഡറ്റുകൾ തലയും അതുപോലെ ദൃഷ്ടിയും സ്ട്രെയിറ്റ് ആയി അല്ലെങ്കിൽ ലംബാകൃതിയിൽ പിടിക്കാൻ ശ്രദ്ധിക്കണം. കാഡറ്റ്സ് ഇൻ ദ സെന്റർ ആൻഡ് റിയർ റാങ്ക്സ് ടേക്ക് ദ നമ്പർ ഓഫ് ദ ഫ്രണ്ട്. ഫ്രണ്ട് റാങ്കിലുള്ള കാഡറ്റ് എണ്ണിയ നമ്പർ തന്നെയായിരിക്കും തൊട്ടുപിറകിൽ സെന്റർ റാങ്കിലും റിയർ റാങ്കിലും ഉള്ള കാഡറ്റുകൾക്ക് ഉണ്ടാവുക. അടുത്തത് കുലിലൈൻ സെൽ, ഓപ്പൺ ഓർഡർ മാർച്ച്. To inspect the squad and for squad drill, it is necessary for the squad to be കുലിലൈൻ സെൽ, ഓപ്പൺ ഓർഡർ. ഒരു സ്ക്വാഡിനെ സീനിയർ ഓഫീസേഴ്സ് ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ ഡ്രിൽ ടൈമിലും ഓപ്പൺ ഓർഡർ മാർച്ച് ചെയ്യേണ്ടതാണ്. The front rank and the rear rank take 1.5 paces forward and to the rear respectively. കുലിലൈൻ സെൽ എന്ന ഓർഡർ ലഭിച്ചു കഴിഞ്ഞാൽ 3 റാങ്കുകളായി ഫോം ചെയ്തിട്ടുള്ള സ്ക്വാഡിൽ ഫ്രണ്ട് റാങ്കിലുള്ള കാഡറ്റുകൾ 1.5 അടി മുൻപോട്ടും റിയർ റാങ്കിലുള്ള കാഡറ്റുകൾ 1.5 അടി ബാക്കോട്ടേക്കും മാർച്ച് ചെയ്യേണ്ടതാണ്. വൈൽ സെൻട്രൽ റാങ്ക് സ്റ്റാൻഡ്സ് ഫാസ്റ്റ്. അതേസമയം സെൻട്രൽ റാങ്കിലുള്ള കാഡറ്റുകൾ നിശ്ചലമായി നിൽക്കുകയും ചെയ്യണം. The front rank shoot the left foot forward 1 short step and right foot 1 full step and lift left to bring the 2 feet together. കുലിലൈൻ സെൽ ഓർഡർ ലഭിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ട് റാങ്കിലുള്ള കാഡറ്റുകൾ ഇടതുകാൽ 1 അടി മുൻപോട്ട് വയ്ക്കുകയും പിന്നീട് വലതുകാലെടുത്ത് 1.5 അടി മുൻപോട്ട് വയ്ക്കുകയും ചെയ്യണം. അതിനുശേഷം ഇടതുകാൽ ഉയർത്തി വലതുകാലിനോട് ചേർത്ത് വയ്ക്കുക. ആംസ് ടു സൈഡ്സ് ത്രൂ ഔട്ട്. കൈകൾ രണ്ടും സാവധാൻ പൊസിഷനിൽ ചലിപ്പിക്കാതെ താഴോട്ടേക്ക് തന്നെ വയ്ക്കുകയും ചെയ്യണം. ദ റിയർ റാങ്ക് കൺഫോംസ് ടു സിമിലർ മൂവ്മെന്റ് ടു ദ റിയർ. റിയർ റാങ്കിലുള്ള ഏറ്റവും പുറകിലെ റാങ്കിലുള്ള കാഡറ്റുകളും ഇതേ മൂവ്മെന്റ് പുറകോട്ടേക്ക് ചെയ്യണം. അതായത് ഇടതുകാൽ 1 അടി പുറകോട്ട് വയ്ക്കുക, അതിനുശേഷം വലതുകാൽ ഉയർത്തി 1.5 അടി ബാക്കോട്ട് വയ്ക്കുകയും ഇടതുകാലും വലതുകാലും പിന്നീട് ചേർത്ത് വയ്ക്കുകയും ചെയ്യുക. പാർട്ട് 3, ഡ്രസ്സിംഗ്. എങ്ങനെയാണ് ഒരു സ്ക്വാഡിനെ ക്രമപ്പെടുത്തുക, അതിനുള്ള ഓർഡർ എന്താണ്? Whenever a squad or unit halts in line, dressing will be taken up. ഒരു സ്ക്വാഡ് അല്ലെങ്കിൽ യൂണിറ്റ് ഫോം അപ്പ് ചെയ്തതിനു ശേഷം ഡ്രസ്സിംഗ് ക്രമപ്പെടുത്തൽ വളരെ അത്യാവശ്യമാണ്. ഇറ്റ് ഈസ് ഡൺ ബൈ വേർഡ് ഓഫ് കമാൻഡ് ദൈനേ സച്ച്, റൈറ്റ് ഡ്രസ്. ദൈനേ സച്ച് എന്ന് പറയുന്ന ഓർഡർ ലഭിച്ചു കഴിഞ്ഞാൽ കേഡറ്റുകൾ റാങ്ക് അല്ലെങ്കിൽ സ്ക്വാഡ് ക്രമപ്പെടുത്തേണ്ടതാണ്. റൈറ്റ് ഹാൻഡ് മാൻ സ്റ്റാൻഡ്സ് ഫാസ്റ്റ്. Squad takes a short sharp pace 15 inches forward with left foot. ദൈനേ സച്ച് എന്ന് പറയുന്ന ഓർഡർ ലഭിച്ചു കഴിഞ്ഞാൽ വലതുവശത്ത് ഒന്നാമതായി നിൽക്കുന്ന കാഡറ്റുകൾ നിശ്ചലമായി നിൽക്കുകയും മുൻപിലുള്ള കാഡറ്റുകൾ ഇടത് കാലുപയോഗിച്ച് 15 inches ഹാഫ് പേസ് മുൻപോട്ടേക്ക് നീങ്ങുകയും ചെയ്യുന്നു. Turn head and eyes to the right except the right hand man in each rank.
3 റാങ്കിലെയും വലതുവശത്ത് ആദ്യമുള്ള കാഡറ്റ് ഒഴികെ ബാക്കി എല്ലാവരും വലതുവശത്തേക്ക് തലചരിക്കണം. Men in the front rank only will extend the right arm first clenched, back of the hand uppermost, knuckles touching the shoulder seam of the man on the right. അതിനുശേഷം ഫ്രണ്ട് റാങ്കിലുള്ള കേഡറ്റുകൾ മാത്രം മുഷ്ടി ചുരുട്ടി കൈ നിവർത്തി വലതുവശത്തുള്ള കേഡറ്റിന്റെ ഷോൾഡറിന് ചേർന്ന് വരുന്ന രീതിയിൽ കൈ ഉയർത്തിപ്പിടിക്കണം. The right hand man of the center and rear rank places himself 30 inches from the rank in front. ഈ സമയം ഏറ്റവും വലതുവശത്തുള്ള സെന്റർ റാങ്കിലെയും റിയർ റാങ്കിലെയും കേഡറ്റുകൾ ഫ്രണ്ട് റാങ്കിലുള്ള കേഡറ്റുമായി 30 ഇഞ്ച് 1 pace ഡിസ്റ്റൻസിൽ നിൽക്കാനും ശ്രദ്ധിക്കണം. The turning of the head and eyes should be a deliberate movement and not casual glance. ഓർഡർ ലഭിച്ചു കഴിഞ്ഞാൽ തല വലത്തോട്ട് ചെരിക്കുന്നതും അതുപോലെ തന്നെ ഡ്രസ്സിംഗ് കഴിഞ്ഞാൽ തല മുൻപോട്ട് ചെരിക്കുന്നതും ഒരു ഡെലിബറേറ്റ് മൂവ്മെന്റ് ആയിരിക്കണം. മനഃപൂർവ്വമുള്ള ബോധപൂർവമുള്ള ഒരു മൂവ്മെന്റ് ആയിരിക്കണം. അതല്ലാതെ കാഷ്വൽ മൂവ്മെന്റ്സ് അനുവദനീയമല്ല. When a squad or unit gets on parade, dressing will be taken up automatically without the word of command. ഒരു പരേഡിന് ഒരു യൂണിറ്റ് അല്ലെങ്കിൽ സ്ക്വാഡ് തയ്യാറാകുമ്പോൾ ഡ്രസ്സിംഗ് ഓട്ടോമാറ്റിക്കായി, അതായത് വേർഡ് ഓഫ് കമാൻഡ് ഇല്ലാതെ തന്നെ രൂപീകരിക്കേണ്ടതാണ്, ക്രമപ്പെടുത്തേണ്ടതാണ്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് സമാപിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.